ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. നമ്മളിന്ന് നമ്മുടെ വാൻഡേക്കിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമൻറ്റ് ചെയ്യാം. 100 പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും തന്നെ മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും തന്നെ ഫസ്റ്റ് റൈഡിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് 900 കൊടുക്കാം. നമുക്ക് ഒരു ടാർഗറ്റ് മാത്രമാണുള്ളത്. ഒരു ടാർഗറ്റ് കിട്ടിയാൽ അപ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. യെസ്, ക്യാൻ ഐ ഗെറ്റ് ഗൈസ്? ഐ തിങ്ക് ഇറ്റ്സ് എ ഹൈലൈറ്റ് കാർഡ്. ആ ഭാഗ്യം നമുക്കില്ല. ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ട്രൈയിൽ തന്നെ ടാർഗറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടൈം കിട്ടുന്നുണ്ട്. സോ നമുക്ക് ടാർഗറ്റ് പോയിട്ട് ഷോർട്ട് ടൈം ഒന്നുമില്ല, ഹൈലൈറ്റ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. സോ സെക്കൻഡ് ട്രൈ കൊടുക്കുവാണ്. നമ്മൾ എന്തെങ്കിലും ടാർഗറ്റ് കിട്ടുന്നവരെ ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാലം വെയിറ്റ് ചെയ്തൊരു കാർഡായിരുന്നു. സോ സെക്കൻഡ് ട്രൈ, ക്യാൻ ഐ ഗെറ്റ് അവർ ടാർഗറ്റ് ഗൈസ്? ഐ തിങ്ക് ഇറ്റ്സ് എ ഷോർട്ട് ടൈമാണ്. ബട്ട് ടാർഗറ്റ് അല്ല ഗൈസ്, മുഹമ്മദ് സലയാണ് നമ്മുടെ ടാർഗറ്റ്. വാൻഡേക്കായിരുന്നു ഗൈസ്. ഇറ്റ്സ് മുഹമ്മദ് സല ഇൻ ടു ദ ഹൗസ്. റൈറ്റ് വിങ് ഫോർവേഡാണ്. ബ്ലിറ്റ്സ് കേൾ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ്. ബട്ട് നമ്മൾ അങ്ങനെ വിങ് കളിക്കുന്നൊരു പ്ലേ സ്റ്റൈലല്ല നമ്മുടേത്. അതുകൊണ്ട് തന്നെ കളിപ്പിച്ച് നോക്കാൻ തന്നെയാലും റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യാം. സോ നമുക്കൊന്നുകൂടി ഒന്ന് ടോപ്പ് അപ്പ് ചെയ്തിട്ട് നമ്മുടെ നെക്സ്റ്റ് അങ്ങോട്ടേക്ക് ഒരു കാർഡായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവന്മാർ വലിപ്പിക്കും. നമുക്ക് 100ൻ്റെ ട്രൈ അങ്ങനെ എടുത്തിട്ട് പോവാം. 2500ഓളം കോയിൻ ഒന്നും കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ 100ൻ്റെ കോയിൻ എടുത്തിട്ട് പോകാം. കാരണം ബാലൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തുറാമിൻ്റെ പാക്കിലല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ മാനേജറെ സൈൻ ചെയ്യാം. സോ എനിക്ക് തോന്നുന്നില്ല ഇവന്മാർ വലിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊടുത്ത് പോകാം ഗൈസ്. കിട്ടിയിട്ടില്ല, വെറും ബേസ് കാർഡാണ് തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 2000 സംതിങ് കോയിൻ ഉണ്ട്. ഇവന്മാർ മൊത്തം വലിപ്പിക്കുമെന്ന് തോന്നുന്നു. വീണ്ടും കിട്ടിയിട്ടില്ല ഗൈസ്. 75ഓളം പ്ലേസ് ബാക്കിയുണ്ട്. ഇവന്മാരുടെ തനി സ്വരൂപം എന്ത് കഴിഞ്ഞാലും പുറത്തെടുക്കും ഗൈസ്. കാരണം ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ട്രയലിൽ തന്നെ എപ്പിക്ക് കൊടുത്തിട്ട്, അതായത് ഷോർട്ട് ടൈം കൊടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് ഒരുപാട് വലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ടാർഗറ്റ് കൊടുക്കാതെ വലിപ്പിച്ചിട്ടുണ്ട്. സോ നമുക്കും അതേ സിറ്റുവേഷനാണ്. ഞാൻ കൊടുത്തു പോവാണ്. എന്ത് കഴിഞ്ഞാലും 100 മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം 900 കൊടുത്തിട്ട് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. ഇൻ കേസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ 100ന് കിട്ടട്ടെ. ബാലൻസ് കോയിൻ നമുക്ക് ബാക്കിയുള്ള പാക്ക് പർച്ചേസ് ചെയ്യാമല്ലോ. സോ നെക്സ്റ്റ് ട്രൈ, ക്യാൻ ഐ ഗെറ്റ് അവർ ടാർഗറ്റ് ഗൈസ്? ഇറ്റ്സ് RB. എനിക്ക് തോന്നുന്നു ഇത് വെളുപ്പിക്കൽ തന്നെയാണ്. കാരണം ആ ഒരു പോക്ക് കണ്ടിട്ടെ. ഇനി 900 എടുക്കണോ? ഇനി നമ്മുടെ തുറാമിൻ്റെ പാക്ക് ഉണ്ട്, അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 100 ഇട്ട് നോക്കാം. കിട്ടിയാൽ കിട്ടിയില്ലേ, അതും പോയി ഗൈസ്. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനാലും ഈ കോയിൻ തീരുന്നവരെ എന്തിനാലും ഓപ്പൺ ചെയ്യാം ഗൈസ്. കൊണാമി പ്ലീസ് ഒരേ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ. ഇവന്മാർ 100 പ്ലേസുള്ള പാക്ക് കൊണ്ടുവന്നപ്പം ഇവന്മാർ എന്തെങ്കിലും ഒരു ചതി എന്തായാലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വെറുതെ ഒന്നും തരില്ലല്ലോ. നമുക്ക് നെക്സ്റ്റ് ട്രൈ കൊടുക്കാം. നെക്സ്റ്റ് ട്രൈ, യെസ്, ഐ തിങ്ക് ഇറ്റ്സ് ബേസ് കാർഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ബേസ് കാർഡ്. നെക്സ്റ്റ് ട്രൈ CMF ബേസ് കാർഡ്. എനിക്ക് തോന്നുന്നു ഇതിൽ ഒരുപാട് ബേസ് കാർഡ് ഉണ്ട് തോന്നുന്നു. അതായത് ഹൈലൈറ്റ് കാർഡൊക്കെ കുറവാണ്. സോ നെക്സ്റ്റ് ട്രൈ, 69 പ്ലേയേഴ്സ് ബാക്കി. CB ആണ്. എൻ്റെ പൊന്നു ഗൈസ്, ഇത് വലിപ്പിക്കലാണ്. ഉറപ്പിച്ചോ, ഇത് വലിപ്പിക്കലാണ്. നിങ്ങൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും കോമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടിയോ, ഫസ്റ്റ് ട്രൈയിൽ കിട്ടിയത് ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കോമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ, ഒരുപാട് ബേസ് കാർഡ് ഉണ്ട്. ഹൈലൈറ്റ് കാർഡൊക്കെ കുറവാണ്. 100 പ്ലേയേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്രേ വരുന്നുള്ളൂ. ഇനിയിപ്പം നമുക്ക് ലെക്കിൻ്റെ അല്ലെങ്കിൽ ട്രിക്കിൻ്റെ പിറകെ പോവാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടൊക്കെ നോക്കാം. Can I get our target guys? Please. It's again a base card വരുമ്പോഴാണ് മനുഷ്യന് ഭ്രാന്തളകുന്നത്. നോക്കാൻ എന്തിനാലും CF. എൻ്റെ പൊന്നു ഗുണം, ഇതെങ്ങനെ മനസ്സിലാക്കുന്ന ഈ ടാർഗറ്റ് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 100 പിന്നെയും പോയി. എനിക്ക് കുറച്ചായിട്ട് നല്ല ലക്ക് ഉണ്ടായിരുന്നു. ഒരു 500 കോയിനൊക്കെ നമ്മുടെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയാമായിരുന്നു ഏതെങ്കിലും ഒരു പാക്കിൽ നമ്മുടെ എങ്ങനെ കെണിയിക്കുമെന്ന്. എഗെയിൻ CB ആണ്. 100 ആയതുകൊണ്ട് ചന്നം പിന്നെ കൊടുക്കുന്നുണ്ട്. നോക്കാം. 64 പ്ലേസ് ബാക്കിയുണ്ട്. നമുക്കൊരു 1000 കോയിൻ ബാലൻസ് ഉണ്ട്. സോ ക്യാൻ ഐ ഗെറ്റ് നെക്സ്റ്റ് ട്രൈ? ക്യാൻ ഐ ഗെറ്റ് ഔർ ടാർഗറ്റ്? കൊണാമി പ്ലീസ്. ഇറ്റ്സ് എ DMF ബേസ് കാർഡ് അഗെയിൻ. എൻ്റെ പൊന്നു കൊണാമി, തുറാമിൻ്റെ പാക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനേജറിൻ്റെ പാക്ക്, ഒരുപാട് പാക്ക് വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാക്ക് എടുത്തിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഇവന്മാർ എല്ലാ കോയിനും ഇതിലേക്ക് തന്നെ കൊണ്ടുപോകും. എന്തായാലും സൈറ്റിൽ നിന്ന് എടുത്ത കോയിനാണ്.
ഓ ഇറ്റ്സ് RWF ഗൈസ്. സൈറ്റിൽ നിന്നെടുത്ത് കോയിനാണ്. നിങ്ങൾ അത് ആ ഒരു ഓഫർ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഓഫറാണ്. നമുക്ക് 400 സംതിങ്ങിനൊക്കെ എനിക്ക് തോന്നുന്നു 800 മുകളിൽ കോയിൻ കിട്ടുന്നുണ്ട്. 1000-ത്തിനടുത്തിട്ട് കോയിൻ കിട്ടുന്നുണ്ട്. ഇറ്റ്സ് ബേസ് കാർഡ്, എഗെയിൻ ബേസ് കാർഡ്. സോ നിങ്ങൾക്ക് ആ ഒരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമൻറ്റ് ചെയ്യാം. നമുക്ക് ഷോർട്സ് ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ റീൽസ് ആയിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. യെസ്, ഇറ്റ്സ് ഗോൾ കീപ്പർ, വീണ്ടും ബേസ് കാർഡ്. സോ പറഞ്ഞു വന്നത് ഓഫർ കോയിനാണ്. കൊണാമിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ ഒരുപാട് ഓഫറുണ്ട്. നിങ്ങളിതുവരെ ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ആക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ സ്റ്റോറിലൊക്കെ ഒരുപാട് റേറ്റാണ് കോയിനൊക്കെ. കണ്ടില്ലേ ഗൈസ്, ഒരുപാട് ബേസ് കാർഡും ഹൈലൈറ്റ് കാർഡൊക്കെ. ഹൈലൈറ്റ് കാർഡ് മുഴുവൻ 2 ബാലൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് ട്രൈ. ഇതും ഫുള്ളായി. ഓക്കെ ഗൈസ്, ഇറ്റ്സ് ഹൈലൈറ്റ് കാർഡ്. ആകെ ഉണ്ടായിരുന്ന ബാലൻസ് ഹൈലൈറ്റ് കാർഡിന് തന്നിട്ടുണ്ട് കൊണാമി. ഇറ്റ്സ് LB. സോ നമുക്ക് നമ്മുടെ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ. നെക്സ്റ്റ് ട്രൈ കൊടുക്കാം. 500 കോയിൻ ഉണ്ട്. സോ പറഞ്ഞു വന്നത് നമ്മുടെ ഓഫർ കോയിൻ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഗെയിമിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓഫറാണ്. നമുക്ക് 1300-നൊക്കെ 2700, 3000 കോയിനൊക്കെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാം, നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി 11 ഡേയ്സ് സംതിങ് ബാലൻസ് ഉള്ളൂ അതിൻ്റെ വാലിഡിറ്റി. സോ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ കൊടുക്കാം. എൻ്റെ പൊന്നു കൊണാമി, ഇവന്മാരിത് വലിപ്പിക്കലാണല്ലോ, എജാതി വലിപ്പിക്കൽ. 300 300 കോയിൻസ് ബാക്കിയുണ്ട്. സോ നമുക്ക് ഒരു ടാർഗറ്റേ ഉള്ളൂ. എൻ്റെ പൊന്നു കൊണാമി, നമ്മളെന്ത് കഴിഞ്ഞാലും ഇതൊരു 50 പ്ലേസ് വരെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നുള്ളൂ ഗൈസ്. ഇത് വലിപ്പിക്കലാണ്. നമുക്ക് നാളെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം, ഇന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. സോ 50 പ്ലേസ് നമ്മൾ ബാക്കി വെച്ചിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. 4 പ്ലേസ് ബാക്കിയുണ്ട്. അതിൽ നമ്മുടെ ടാർഗറ്റ് കിട്ടുമോ നോക്കാം. ക്യാൻ ഐ ഗെറ്റ് വാൻ ഡൈക്ക് ഗൈസ്? ഒറ്റൊരു കാർഡുകൾ ബിൽഡപ്പ് കാർഡാണ്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ് പോകുന്നുണ്ട്, നല്ല ഫിസിക്കുണ്ട്, ഫിസിക്കൽ എബിലിറ്റി സീനാണ് ഈ വാൻ ഡൈക്കിൻ്റെത്. സോ ക്യാൻ ഐ ഗെറ്റ് വാൻ ഡൈക്ക്? കൊണാമി പ്ലീസ്, എന്തോന്ന് പ്ലീസ്, ഒരു രക്ഷയില്ല. അമ്മമാർ എന്തൊക്കെ പറഞ്ഞാൽ ഞാനങ്ങനെ നെഗറ്റീവ് അടിക്കാതെയാണ് ഈ പാക്ക് ഓപ്പണിങ്ങിൽ. കാരണം ഗെയിം ഫ്രീ തരുന്നതാണ്. അത്യാവശ്യം അവർക്കും അതും പോയി, അവർക്കും വരുമാനം വേണ്ടേ എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ അങ്ങനെ നെഗറ്റീവ് അടിക്കാതെയാണ്. മറ്റുള്ള ചാനൽ നിങ്ങൾക്കറിയാം, നല്ല തെറിവിളിയാണ് കൊണാമീനെ. ബട്ട് നമ്മളത് മാന്യത വിട്ടിട്ട് ഇതുവരെ കളിച്ചിട്ടില്ല. എനിക്ക് തോന്നി ഇവന്മാരിത് മാന്യന്മാരെ വരെ ആ രീതിയിലാക്കും. സോ 2 ട്രൈ മാത്രമേ ഇനി എടുക്കുന്നുള്ളൂ. 50 പ്ലേസ് ബാക്കിയിൽ നമ്മൾ നിർത്തുന്നതാണ്. എൻ്റെ പൊന്നു കൊണാമി, താങ്ക് യു സോ മച്ച് ഗൈസ്. ലാസ്റ്റ് ട്രൈ. ക്യാൻ ഐ? അതും പോയി. ഹൈലൈറ്റ് കാർഡ് വന്നിട്ടുണ്ട്. സോ ബൈ ഗൈസ്, ഒന്നും പറയാനില്ല. ബൈ.